ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ ടാൻജന്റ് എന്ന അധ്യായത്തിലെ പേജ് നമ്പർ 187 4ാമത്തെ ചോദ്യമാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ 3 ക്വസ്റ്റ്യൻസ് വരെ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ എന്ത് ചെയ്യുക, കണ്ടു നോക്കുക. അപ്പോൾ 4ാം ചോദ്യത്തിലേക്ക് കടക്കാം. വശങ്ങളുടെ നീളം 12 സെൻറ്റിമീറ്റർ ആയ സമഭുജ ത്രികോണത്തിൻ്റെ അന്തർവൃത്തത്തിൻ്റെ ആരം കണക്കാക്കുക. അപ്പോൾ ഒരു സമഭുജ ത്രികോണത്തിൻ്റെ പ്രത്യേകത എന്താണ്? എല്ലാ വശങ്ങളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് സമഭുജ ത്രികോണത്തിൻ്റെ ഓരോ വശം എത്രയാണ്? 12 സെൻറ്റിമീറ്റർ ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അന്തർവൃത്തത്തിൻ്റെ ആരം കണ്ടുപിടിക്കണം. ഇതിലുള്ള വൃത്തം വരയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ ആരം എന്തായിരിക്കും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആരം റേഡിയസ് കണ്ടുപിടിക്കാൻ നമുക്ക് 2 ഇക്വേഷൻസ് ഉപയോഗിക്കാം. ഫസ്റ്റത്തെ ഇക്വേഷൻ നമുക്ക് ഏരിയ അഥവാ പരപ്പളവ് കണ്ടതിന് ശേഷം നമുക്ക് പരപ്പളവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് സമഭുജ ത്രികോണത്തിൻ്റെ √3/4 a². എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈഡാണ് അഥവാ വശം. അത് എത്രയാണ്? 12 സെൻറ്റിമീറ്റർ ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? പരപ്പളവ് കാണുക. √3/4 × 12² ഈക്വൽ ടു √3/4 × 12 × 12. ഇതൊരു 12 വെട്ടിക്കളയാം. ഒരു 4 4 3 4 12 ഈക്വൽ ടു 3 × ഇവിടെ 12 12 × 3 2 3 6 1 3 3 36√3 എന്ന് കിട്ടും. അതിന് ശേഷം എന്ത് ചെയ്യാം? എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 വശങ്ങൾ ഏതൊക്കെയാണ്? 3 വശങ്ങൾ എത്രയാണ്? 12. ആ 3 വശങ്ങൾക്ക് ഞാൻ ഒരു വശം എ, ഒരു വശം ബി, ഒരു വശം സി എന്നെടുത്താൽ 3 വശം തമ്മിൽ കൂട്ടിയിട്ട് അതിൻ്റെ പകുതി എടുക്കുക. ഈക്വൽ ടു 12 + 12 + 12/2. 12 + 12 + 12 പകുതി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൂട്ടി വെക്കാം. 12 12 12 6 36. 36ൻ്റെ പകുതി 18. ഇനി എന്ത് ചെയ്യാം? നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? റേഡിയസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് A/S. ഏരിയ എത്രയാണ്? 36√3 എസ് എത്ര കിട്ടിയത്? 18 ഈക്വൽ ടു 18ൻ്റെ ഗുണപ്പട്ടികയിൽ 36 പോകും. ഒരു 18 2 × 18 36 ഈക്വൽ ടു 2√3 സെൻറ്റിമീറ്റർ ആയിരിക്കും എന്ത്? റേഡിയസ് എന്ന് പറഞ്ഞാൽ. ഇത് നമുക്ക് ഒരു രീതിയാണ്. ഒരു രീതിയും കൂടി നമുക്ക് ചെയ്യാനുണ്ട്. നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഇക്വേഷൻ ഉണ്ട്. അതായത് ഏരിയ ഈക്വൽ ടു √S × S - A. നമ്മൾ ഇതുപോലത്തെ ഇക്വേഷൻ 9th കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്. S × S - A × S - B × S - C ഈക്വൽ ടു ഇതിലത്തെ ഏതെങ്കിലും ഒരു രീതി നിങ്ങൾ പഠിച്ചാലും മതി. എസ് എത്രയാണ് നമുക്ക് നേരത്തെ കിട്ടിയത്? 18. 18 × 18 - 12 × 18 - 12 ഈക്വൽ ടു √18 × 6 × 6. 18 ന്ന് 12 പോയി കഴിഞ്ഞാൽ 6. ഇനി എന്താ ചെയ്യേണ്ടത്? 18 നമുക്ക് ഈ 6ൻ്റെ രൂപത്തിലാക്കാൻ പറ്റും നോക്കുക. 6 × 3 6 3 18. അപ്പോൾ നമുക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റും. 6 × 3 × 6 × 6. അപ്പോൾ ഈ 2 6-നെയും നമ്മൾ ഒരു പ്രാവശ്യം കോമൺ ആക്കിയിട്ട് എഴുതി. ബാക്കി 2 6-നും ഒരു പ്രാവശ്യം ഇൻറ്റു എന്തും കൂടി ഉണ്ട്, ഒരു √3 കൂടി. അതുകൊണ്ട് ഈസിയായിട്ട് നമുക്ക് 6 × 6 കോമൺ ആക്കി എടുത്ത് ബാക്കി √3. 6 × 6 36 √3. അപ്പോൾ നമുക്ക് നേരത്തെ കിട്ടിയ അതേ ഏരിയ തന്നെ ഇവിടെയും കിട്ടി.
സാധാ ചെയ്യുന്ന പോലെ R ഈക്വൽ ടു 36√3/18 ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര ഉത്തരം കിട്ടും? എത്രയാണ് ഉത്തരം കിട്ടുക? 2√3 എന്ന് കിട്ടി. ഇനി ഇതാണ് ഒന്നാമത്തെ ചോദ്യം. നിങ്ങൾക്ക് ഇതേ രീതിയിൽ ഫോളോ ചെയ്യണം നിർബന്ധമില്ല. വേറെ ഇതിലത്തെ ഈ ഒരു രീതിയിൽ ഒരെണ്ണം എന്ത് ചെയ്താൽ മതി? ഫോളോ ചെയ്താൽ മതി. ഇപ്പം നമ്മൾ 4ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. ഇനി 5ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. 5ാമത്തെ ചോദ്യം ഞാൻ ആദ്യം എന്ത് ചെയ്യാം? ഒന്ന് വായിക്കാം. വായിച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? ചെയ്തു തുടങ്ങാം. അപ്പോൾ 5ാമത്തെ ചോദ്യം. ഇനി 5ാമത്തെ ചോദ്യം നോക്കാം. പ്രൂവ് ദാറ്റ് ദ റേഡിയസ് ഓഫ് ദി ഇൻസർക്കിൾ ഓഫ് എൻ ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ഈസ് ഹാഫ് ദ റേഡിയസ് ഓഫ് ഇറ്റ്സ് സർക്കിൾ. മീഡിയം വായിക്കാം. ഒരു സമഭുജ ത്രികോണത്തിൻ്റെ അന്തർവൃത്തത്തിൻ്റെ ആരം അതിൻ്റെ പരിവൃത്തത്തിൻ്റെ ആരത്തിൻ്റെ പകുതിയാണ് എന്ന് തെളിയിക്കാം. അപ്പോൾ ഇതാണ് എന്തെന്ന് പറഞ്ഞാൽ അന്തർവൃത്തം, ഇത് പരിവൃത്തം. നമ്മൾ തെളിയിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് അന്തർവൃത്തത്തിൻ്റെ ആരം, ഈ ചെറിയ ഉള്ളിലത്തെ സർക്കിളിൻ്റെ ആരം എന്ന് ആരം പറഞ്ഞ OD, അതായത് ഈ OD എന്ന് പറഞ്ഞാൽ പരിവൃത്തം, അതായത് ഈ OAയുടെ പകുതിയാണ് ഈ ചെറിയ R എന്ന് തെളിയിക്കണം. അപ്പം ഞാൻ ആദ്യം ഒരു റേഡിയസിനെ സർക്കിൾ പരിവൃത്തത്തിൻ്റെ ആരം, റേഡിയസ് ഓഫ് സർക്കിള് ക്യാപിറ്റൽ ലെറ്റർ R എന്നെടുത്തു. ഇനി റേഡിയസ് ഓഫ് ഇൻ സർക്കിൾ, അന്തർവൃത്തത്തിൻ്റെ ആരം, റേഡിയസ് ഓഫ് ഇൻ സർക്കിൾ എന്ന് പറഞ്ഞാൽ സ്മോൾ ലെറ്റർ R എന്നും എടുത്ത്. ഇനി ഇവിടെ 90 ഡിഗ്രി, നമുക്ക് സംശയമില്ല. ഇവിടെ നമുക്ക് എത്ര ഡിഗ്രി ആയിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും. കാരണം ഈ ABC എന്ന് പറഞ്ഞാൽ ഒരു സമഭുജ ത്രികോണമാണ്. അപ്പോൾ ഇവിടെ നിന്ന് വരയ്ക്കുമ്പോൾ ഇതിനെ ഈക്വൽ ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഈ ഒരു ആംഗിൾ എത്ര ആയിരിക്കും? 30. അപ്പോൾ 30 ഇവിടെ 90. അപ്പോൾ ബാക്കിയുടെ എത്ര ഉണ്ടായിരിക്കും? 60 ഡിഗ്രി. ഇവിടെ 30, 90, 60 എങ്ങനെയുണ്ട്? ഒരു സമഭുജ ത്രികോണത്തിന് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ 30. അപ്പോൾ ഈ ഒരു സൈഡ് 30 ഡിഗ്രി ആയി. ഇനി നമുക്ക് പറയാം, അത് നമ്മളിങ്ങനെ ആംഗിൾ എടുക്കുക. 30 ഡിഗ്രി, 60 ഡിഗ്രി, 90. 30, 60, 90. 30 1/2√3/2 ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ട്രിഗ്നോമെട്രിയിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ 30ൻ്റെ ഓപ്പോസിറ്റ് 6 ആണെങ്കിൽ 90ൻ്റെ ഓപ്പോസിറ്റ് എത്രയായിരിക്കും? 2R. എന്താ പറഞ്ഞത്? 30ൻ്റെ ഓപ്പോസിറ്റ് 1, അതായത് ഈ 30ൻ്റെ ഓപ്പോസിറ്റ് 1. അപ്പോൾ 90ൻ്റെ ഓപ്പോസിറ്റ് എത്ര വരുന്നത്? 2. ആ 2 കൂടെ എത്ര ഗുണിക്കുക? ഈ 6 ഗുണിക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ക്യാപിറ്റൽ ലെറ്റർ R എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു 2R ആണ്. ഒന്നുകൂടി പറയാം. 30ൻ്റെ ഓപ്പോസിറ്റ് 1. ഇതിൽ 30ൻ്റെ ഓപ്പോസിറ്റ് ആരാണ്? 6. 1 × 6 6. അപ്പോൾ 90ക്ക് ഓപ്പോസിറ്റ് എന്തായിരിക്കും? 30ൻ്റെ ഓപ്പോസിറ്റിൻ്റെ 2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ ട്രിഗ്നോമെട്രിയിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 2R. അപ്പോൾ AO എത്രയാണ്? 6. അപ്പോൾ R ഈക്വൽ ടു 2R എന്ന് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. സംശയമില്ലെന്ന് വിചാരിക്കും. നമ്മൾ ട്രിഗ്നോമെട്രിയിൽ പഠിച്ച പോലെ നമ്മൾ ചെയ്തിരിക്കുന്നത് 30ൻ്റെ ഓപ്പോസിറ്റ് എന്താണോ അതിൻ്റെ ഇരട്ടിയായിരിക്കും 90യുടെ ഓപ്പോസിറ്റ് ഉണ്ടാവുക. അപ്പോൾ R ഈക്വൽ ടു 2R എന്ന് കിട്ടി. ഈ R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിവൃത്തത്തിൻ്റെ ആരമാണ്. അപ്പോൾ R ഈക്വൽ ടു 2R എന്ന് കിട്ടി. ഇതിൻ്റെ പകുതി, അപ്പോൾ ഈ R-ൻ്റെ പകുതി 2R, അതിൻ്റെ പകുതി എന്താ? ആ സ്മോൾ ലെറ്റർ ആണെന്ന് നമുക്ക് കിട്ടണം.
അപ്പോൾ ഇൻറ്റു 2 ഇങ്ങോട്ട് പോകുമ്പോൾ എന്തായി /2. അപ്പോൾ r/2 ഈക്വൽ ടു സ്മോൾ r. അപ്പോൾ നമുക്ക് കിട്ടി വലിയ, അതായത് പരിവൃത്തത്തിൻ്റെ ആരം 2r ആണ്. അപ്പോൾ അന്തർവൃത്തത്തിൻ്റെ ആരം എന്ന് പറഞ്ഞാൽ പരിവൃത്തത്തിൻ്റെ ആരത്തിൻ്റെ എന്താണ്, പകുതിയാണെന്ന് കിട്ടി. നമുക്ക് അവസാനിപ്പിക്കാം. The radius of the incircle of an equilateral triangle is half the radius of its circumcircle. മലയാളം മീഡിയം എഴുതാം. സമഭുജ ത്രികോണത്തിൻ്റെ, അത് ഈ സൈഡിൽ എഴുതാം, സമഭുജ ത്രികോണത്തിൻ്റെ അന്തർവൃത്തത്തിൻ്റെ ആരം അതിൻ്റെ പരിവൃത്തത്തിൻ്റെ ആരത്തിൻ്റെ പകുതിയാണ്. ഇതാണ് 5ാമത്തെ ചോദ്യമായിട്ട് വരുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, 6ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ചോദ്യം ഞാൻ വായിക്കാം. Prove that if the hypotenuse of a right triangle is h and the radius of its incircle is r, small letter r, then its area is small letter r into h plus small letter r. ഒരു മട്ടത്രികോണത്തിൻ്റെ കർണം h-ഉം പരിവൃത്തത്തിൻ്റെ ആരം r-ഉമാണെങ്കിൽ ത്രികോണത്തിൻ്റെ പരപ്പളവ് r into h plus r ആണെന്ന് തെളിയിക്കുക. ഇതാണ് 6ാമത്തെ ചോദ്യമായിട്ട് വരുന്നത്. ചോദ്യത്തിലേക്ക് നോക്കാം. അപ്പോൾ ഇതാണ് ഒരു മട്ടത്രികോണം. ആ മട്ടത്രികോണത്തിൻ്റെ ഉള്ളിൽ ഒരു അന്തർവൃത്തം അഥവാ ഇൻസർക്കിൾ വരച്ചിട്ടുണ്ട്. ഇവിടുന്ന് ഈ സെൻറ്ററിൽ നിന്ന് ഇവിടേക്ക് വരച്ചാലും റേഡിയസ് സെയിം അല്ലേ. അപ്പോൾ ഇവിടെയും റേഡിയസ്. അപ്പോൾ നമ്മൾ വരച്ചപ്പോൾ നമുക്കൊരു സ്ക്വയർ രൂപം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ എന്തായിരിക്കും, സ്ക്വയർ ആണെങ്കിൽ ഇത് 6 ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും, 6, ഇവിടെയും 6. വേണമെങ്കിൽ നമുക്ക് പേര് കൊടുക്കാം. ഞാനിവിടെ B, ഇവിടെ ഞാൻ Q എന്ന് കൊടുത്ത്, Q. ഇനി ഇവിടെ C, A, ഇത് ഈ ഭാഗം, ഈ സർക്കിൾ ടച്ച് ചെയ്യുന്ന ഭാഗം R എന്ന് കൊടുത്തു. ഇവിടെ P എന്ന് കൊടുത്തു. അപ്പോൾ P, ഇവിടെ Q, സെൻറ്ററിന് O എന്ന് കൊടുത്തു. അപ്പോൾ ഇവിടെ ഈ 4 സൈഡും എന്താണ്, ഈക്വലാണ്. ഇവിടെ 6. ഇനി ഈ ഭാഗം എടുക്കുകയാണ്, h ആക്കിയിട്ട് എടുക്കുകയാണ്. അതായത് ഹൈപ്പോട്ന്യൂസിനെ h ആക്കി എടുത്തു. അപ്പോൾ A മുതൽ C വരെ എന്താണ്, A മുതൽ C വരെ h. ഇനി ഇവിടെ 6 എന്നും എടുത്തു. ഈ അടുത്ത് ഞാൻ എന്താ ചെയ്യാൻ വേണ്ടി പോണത് വെച്ചാൽ, ഇവിടെ Q മുതൽ C വരെ ഞാൻ x എന്നും എടുത്താൽ ഇവിടെ എന്തായിരിക്കും, x ഒരു ബിന്ദുവിൽ നിന്ന് 2 വശങ്ങളിലേക്ക് പോകുന്നതാണ്. അപ്പോൾ രണ്ടും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ നമ്മൾ കുറച്ച് മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് മൊത്തം A മുതൽ C വരെ h ആണെങ്കിൽ A മുതൽ R വരെ എത്രയായിരിക്കും, മൊത്തം h. ആ h നിന്ന് x എന്ത് ചെയ്താൽ മതി, മൈനസ് ചെയ്താൽ മതി. h മൈനസ് എക്സ്. ഇവിടെ h മൈനസ് എക്സ് ആണെങ്കിൽ ഇതിൽ നിന്ന് പോകുന്നതാണ് ഈ 2 എണ്ണം, A മുതൽ P, A മുതൽ R. അപ്പോൾ ഇവിടെ എന്തായി, h മൈനസ് എക്സ് ആയി. നമുക്കിവിടെ h മൈനസ് എക്സ്, ഇവിടെ നമുക്ക് എന്താ കിട്ടിയത്, ഇവിടെ 6 എക്സ്, ഇവിടെ എക്സ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഏരിയ അഥവാ പരപ്പളവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് എസ് ഇൻറ്റു ആറ്. എസ് എന്ന് പറഞ്ഞ പെരിമീറ്ററിൻ്റെ പകുതി. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം, എസ് പെരിമീറ്ററിൻ്റെ പകുതി. അപ്പോൾ നമ്മൾ പെരിമീറ്റർ അഥവാ ചുറ്റളവ് കണ്ടുപിടിക്കില്ല, നമ്മൾ എന്ത് ചെയ്താൽ മതി, കൂട്ടിയാൽ മതി. അപ്പോൾ നമുക്ക് ആർ പ്ലസ്
എക്സ് പ്ലസ് എച്ച് മൈനസ് എക്സ് പ്ലസ് എച്ച് മൈനസ് എക്സ്. അപ്പോൾ ആഡ് ചെയ്യാൻ പോവാണ്. ആർ പ്ലസ് അവിടെ സൈഡ് വെച്ച് കൂട്ടാം നമുക്കെന്നാ. ആർ പ്ലസ് എക്സ് പ്ലസ് ഇനി ആർ പ്ലസ് എക്സ് പ്ലസ് ആർ പ്ലസ് എച്ച് മൈനസ് എക്സ് പ്ലസ് എക്സ് പ്ലസ് എച്ച് മൈനസ് എക്സ്. ഇനി ഇവിടെ പ്ലസ് എച്ച് മൈനസ് എക്സും ഇവിടെ എച്ച് മൈനസ് എക്സ് അതുപോലെ ഒരുപോലെ നമുക്കുണ്ട് വെട്ടിക്കളഞ്ഞാൽ മതി അല്ലേ. അപ്പോൾ ആദ്യം എന്ത് ചെയ്യാം, ഒരു പ്ലസ് എക്സ് ഒരു മൈനസ് എക്സ് ഒരു പ്ലസ് എക്സ് ഒരു മൈനസ് എക്സ്. ബാക്കിയുള്ളത് എന്തൊക്കെയാണെന്ന് റൗണ്ട് ചെയ്തിടാം ഞാൻ. ആദ്യം ഒരു ആറുണ്ട്, പിന്നെ ഇവിടെ ഒരു ആറുണ്ട്, ഒരു എച്ച് ഉണ്ട്, ഒരു എച്ച് ഉണ്ട്. അപ്പോൾ ആറ് കൂടെ ആറ് കൂട്ടിക്കഴിഞ്ഞാൽ 2r പ്ലസ് എച്ച് കൂടെ എച്ച് കൂട്ടിക്കഴിഞ്ഞാൽ 2h. രണ്ടിന്നും എച്ച് രണ്ട് കോമൺ ആക്കിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ 2 r പ്ലസ് എച്ച്. നമുക്ക് എസ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ പകുതി 2 r പ്ലസ് എച്ച് ബൈ 2. 2ഉം 2ഉം ക്യാൻസൽ ആയി കഴിഞ്ഞാൽ ബാക്കി ആർ പ്ലസ് എച്ച് എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എസ് കിട്ടി. ആർ എന്ന് പറഞ്ഞാൽ എന്താണ്, റേഡിയസ്. ഇക്വേഷനിൽ കൊടുക്കുക ഏരിയ അഥവാ പരപ്പളവ് ഈക്വൽ ടു എസ് ഇൻറ്റു ആർ ആണ്. എസ് നമുക്ക് കിട്ടി എന്താണ്, ആർ പ്ലസ് എച്ച് ഇൻറ്റു എന്താണ്, ആറ്. നമ്മൾ ക്വസ്റ്റ്യന് പ്രൂവ് ചെയ്താൽ പറഞ്ഞത് എന്താണ്, ആർ ഇൻറ്റു എച്ച് പ്ലസ് ആർ ആണ്. തിരിച്ചൊന്ന് ഓർഡർ ആക്കി എഴുതുമ്പോൾ ആർ ഇൻറ്റു എച്ച് പ്ലസ് ആർ എന്ന് കിട്ടി. ഇതാണ് ആറാമത്തെ ചോദ്യമായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് 3 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത് ടാൻജൻറ്റിലെ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബായ്.